ഞങ്ങള് 11 ദിവസം ഫീൽഡിൽ പോയിട്ടാണ് ഇവിടെ സമരത്തിന് വന്നത്. അതുപോലും ഞങ്ങളുടെ PHC-യിൽ ഒരാളിന് പോലും ഞങ്ങൾ ആ PDF ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇതും കൂടെ അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ ഞങ്ങളെ കൈവടിയില്ല എന്നുള്ള പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 17-18 വർഷം കൊണ്ട് സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. നമസ്കാരം. ആശമാരുടെ സമരം, അവര് ഇന്ന് മീറ്റിംഗ് ഒക്കെ പോയിരുന്നു. സർക്കാർ എന്താണ് പറഞ്ഞത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. എന്താണ് ചേച്ചി അവിടെ മീറ്റിംഗിൽ സംഭവിച്ചത്? മീറ്റിംഗില് നമ്മള് ഡിമാൻഡുകളെല്ലാം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നമ്മള് സാറ് പ്രസിഡന്റ് അത് അവതരിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഈ ഡിമാൻഡ് എല്ലാം അവര് ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ഓണറേറിയ പിൻവലിച്ചു എന്നുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചായിരുന്നു അവരവിടെ ചർച്ചകളും അതൊക്കെയാണ് ചെയ്തത്. നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം, നിങ്ങൾ ഇന്ന് 38 ദിവസമായി നിങ്ങളുടെ സേവനം നമ്മുടെ ഏരിയയിൽ വേണം, ആശമാർക്കുടെ സേവനം വേണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണ്, ഞങ്ങൾ ജോലി ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ജീവിത അവസ്ഥയും കൂടെ സാറ് അറിയണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. എന്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അച്ഛൻ BP വന്ന് സ്ട്രോക്കായി കിടക്കണം, എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആഴ്ചയിൽ 2 ഡയാലിസിസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പൊ അങ്ങനെ ഇതിൽ എന്റെ ഒരു ഒറ്റ വരുമാനത്തിലാണ് എന്റെ വീട് കഴിയുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ അച്ഛന്മാരും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. പക്ഷെ അവരൊക്കെ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. സർക്കാരിന് സമയം കൊടുക്കാനാണ് അവര് പറയുന്നത്. നമുക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കണം. ഞങ്ങൾ അറിഞ്ഞ് ഇപ്പോഴും ഇന്നലെ ഞങ്ങള് ആവശ്യപ്പെട്ടതല്ല ഈ ഓണറേറിയം കൂട്ടണമെന്നുള്ളത്. ഞങ്ങൾ എല്ലാ വർഷവും അവര് സമ്മേളനം നടത്തുന്ന സമയത്തൊക്കെ ഞങ്ങളിത് നമ്മുടെ യൂണിയൻകാര് അവരെ നിവേദനം കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരിപ്പോ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കാൻ പാടാണ്, അതുകൊണ്ട് സർക്കാരിന് ഒരു സമയം കൊടുക്കണമെന്നാണ് അവര് പറഞ്ഞത്. നമ്മളൊന്ന് സമയം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമയം വരെയും ഞങ്ങൾ ഇവിടെ തന്നെ സെക്രട്ടേറിയറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു മന്ത്രിയായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്നപ്പോ ഞങ്ങള് കഴിഞ്ഞ ഫെബ്രുവരി വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 9-ാം തീയതി വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അപ്പൊ ഫെബ്രുവരിയിൽ എല്ലാവർക്കും പൈസ വന്നു. ഞാനിവിടെ വന്നപ്പോ എന്റെ PHS-ലുള്ള എല്ലാവരും കൂടെ സങ്കടത്തോടെ പറഞ്ഞു നമ്മുടെ പേര് വന്നില്ല. ഞങ്ങൾ ഈ 9 ദിവസം ചെയ്ത റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് ആ 9 ദിവസത്തെ ജോലിയുടെ പൈസ പോലും തരാതെ ഞങ്ങൾ സമരത്തിൽ നിന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് അത് കട്ടായിരിക്കുകയാണ്. അപ്പൊ അത് ചർച്ച ചെയ്ത് ഇവിടെ വന്നപ്പോഴാണ് എന്റെ PHS-ലെ ഞങ്ങൾ 25 പേരും ഈ 38 ദിവസം ഇവിടെ സമരമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ അതിന്റെ പേരിലായിരിക്കാം ഞങ്ങളെ PHS-ലുള്ള 25 ആശമാരെ ഒഴിവാക്കിയതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ ഈ ഓണറേറിയത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് അതാണല്ലോ, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കുന്നവർക്ക് 5 ലക്ഷം ആനുകൂല്യം തരിക, പെൻഷൻ, ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ. പക്ഷെ അത് അവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ഇതില്ല. അത് സർക്കാർ തലത്തിൽ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിന് പൈസ കുറവായതുകൊണ്ട് അവർക്ക് അത് ഉറപ്പ് തരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ജോലി കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ അവർക്ക് നമ്മളടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലോട്ട് പോവുകയാണ്. ഇപ്പൊ 3 മണിക്ക് നിയമസഭയിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കണം. ഞങ്ങൾ ഇന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നാളെ മുതൽ നിരാഹാര സമരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നാണ് 2-3 പ്രാവശ്യം നമ്മുടെ ഓഫീസേഴ്സ് നമ്മളടുത്ത് പറഞ്ഞു, സമരത്തിൽ നിന്ന് പിന്മാറണം. അവിടെയോ പിന്നെ RHM ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ ഡോക്ടേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. പേര് എഴുതി വെച്ചത് മന്ത്രിമാരല്ല, ഉദ്യോഗസ്ഥരാണ്. RHM ഉദ്യോഗസ്ഥരാണ് നമ്മളുമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. മന്ത്രിയായിട്ട് നമ്മൾ പറഞ്ഞു ഈ ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ ഞങ്ങൾ പോകില്ല. അത് പക്ഷെ മന്ത്രിതലത്തിലെ അവർക്ക് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മന്ത്രിയായിട്ട് നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം അവർ പെട്ടെന്ന് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ അതിവിടെ വന്നപ്പോ തന്നെ 3 മണിക്ക് ഇപ്പൊ നിയമസഭയിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ ഞങ്ങളെ കൈവടിയില്ല എന്നുള്ള പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 17-18 വർഷം കൊണ്ട് സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ ഈ ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ നമുക്ക് സർക്കാർ ഞങ്ങളെ കൈവടിയില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ 3 മണിക്ക് ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായി.
ഇതിപ്പം കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സേവനം കൂടുതലായിട്ട് വേണ്ട ഒരു വേണ്ടാണ്. ആ സമയത്ത് ഇപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചത് നിങ്ങളൊന്ന് ശമിപ്പിക്കാനാണ്. അങ്ങനെ ആയിരിക്കാം. അവര് പറഞ്ഞു നമുക്ക് ഫീൽഡിൽ നിങ്ങളാ വേണം, നമ്മൾ ഇത്രയും ദിവസം നിങ്ങളുടെ വർക്കുകളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണം, ഫീൽഡിൽ ആശമാരെ ഇറങ്ങണം എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. ഈ ഡിമാൻഡ് അംഗീകരിച്ച് ഞങ്ങളെ ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഞങ്ങളെ ജോലിയിലോട്ട് പ്രവേശിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളിപ്പോ കേട്ടില്ലേ ഞങ്ങളുടെ അവിടെ ചർച്ചയ്ക്ക് പോയവര് പറഞ്ഞില്ലേ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ, കാരണം ഞങ്ങൾ ഇത്രയും ഇങ്ങനെ കരയണമെങ്കിൽ നമ്മൾ എന്ത് പ്രതീക്ഷയോടെ ഇരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നുള്ളതല്ലേ. മനുഷ്യനാണെങ്കിൽ അത് മനസ്സിലാക്കും. ഞങ്ങൾ അത്രമാത്രം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. 38 ദിവസം ചെറിയൊരു കാലയളവല്ല. ഞങ്ങൾക്കെല്ലാം കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങള് 11 ദിവസം ഫീൽഡിൽ പോയിട്ടാണ് ഇവിടെ സമരത്തിന് വന്നത്. അതുപോലും ഞങ്ങളുടെ PHC ഒരാളിന് പോലും, ഞങ്ങൾ ആ PDF ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇതും കൂടെ അറിഞ്ഞത്. അതായത് ഇടിവെട്ടിയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ല് പോലെ ആയിപ്പോയി ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇതും കൂടെ അറിയുന്നത്. ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ NHM. ആശമാരെ ജോലിക്ക് വേണം, ജോലിക്ക് മാത്രം മതിയോ? ഞങ്ങൾക്ക് കൂലി വേണ്ടേ? കൂലിയില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ജോലിക്ക് മാത്രം ആളെ മതിയോ? ഇപ്പൊ കിട്ടണില്ല എനിക്ക് റിപ്പോർട്ടൊന്നും. ഡെങ്കിപ്പനി, എലിപ്പനി ഇതൊന്നും കിട്ടണില്ല. ഞങ്ങൾ ഫീൽഡിൽ പോയാലേ ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടുള്ളൂ. അത് ഓർത്തിരുന്ന നല്ലത്. ഈ സർക്കാരായാലും NHM ആരായാലും ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി നടക്കണതിന്റെ ഒരു അവാർഡാണ് ഇവിടെ ഈ നമ്മുടെ കേരള മാഞ്ച് കൂട്ടുന്നത്. അല്ലെങ്കിൽ കാണാം എന്തേ ഈ 1 മാസം കൊണ്ട് ഡെങ്കി ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത്? ഞങ്ങളുടെ ഏരിയയിലൊന്നും ഡെങ്കി ഒന്നും ഇല്ലേ. ഇപ്പം ഒരാഴ്ചയിൽ 3-4 അടുത്താണ് ഞങ്ങളുടെ നെട്ടേ സബ് സെന്ററിൽ ഞങ്ങൾ 5 പേരും കൂടെ പോകുന്നത്. അതുപോലെ എന്റെ ബാക്കി വാർഡിലെ ആശമാരെല്ലാരും, ഞങ്ങളുടെ FHS എല്ലാ ആശമാരും. ഇപ്പൊ അതൊന്നും ഇല്ലേ? എലിപ്പനി ഡെങ്കിയൊക്കെ തുടച്ചു മാറ്റിയോ? പോളിയോ പോലെ കേരളത്തിൽ തുടച്ചു മാറ്റപ്പെട്ടോ? അപ്പൊ ഇതൊക്കെ അറിയാൻ ഞങ്ങൾ വേണം. എല്ലാം കളഞ്ഞ ഇത് കരിവേപ്പിലയോ? ഞങ്ങൾ കറിവേപ്പില ഇങ്ങനെ കറക്കിട്ടിട്ട് ടേസ്റ്റ് മാറ്റിയെടുത്ത് കളയാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയൊന്നും അല്ല ഞങ്ങൾ ഇത് എന്തൊന്നാവാതെ ഇതിന് പിന്മാറുകയോ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുകയോ ചെയ്യില്ല. അത് ഞങ്ങൾ 25 പേരുടെ തീരുമാനം. അതായത് ഞങ്ങളുടെ FHSയുടെ 25 പേരുടെ പട്ടിയൂർ FHSയുടെ തീരുമാനമാണ്. ബാക്കിയുള്ളവർ അതുപോലെ ആകട്ടെ. കാരണം ഇല്ലാതെ പറ്റൂല. ഞങ്ങൾക്ക് ഇത് കിട്ടാതെ ഇവിടുന്ന് പോവാൻ പറ്റൂല. അതാണ് സത്യം. അല്ലാതെ വാശിയോ വൈരാഗ്യമോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളോട്, ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അവര് ഞങ്ങൾക്ക് ഒപ്പമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് നേടാതെ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റില്ല. സത്യം, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇല്ലാതെ ഈ പാവങ്ങൾ കരയണമെങ്കിൽ അതിന് മാത്രം ബുദ്ധിമുട്ട് ആ വീടുകളിലുണ്ട്. ഭർത്താവ് മരിച്ചവരുണ്ട്, ഉപേക്ഷിച്ചവരുണ്ട്, പെമ്മക്കൾ മാത്രമുള്ളവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. നമ്മൾ ഈ എല്ലാരും വിചാരിക്കും എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. കുറവുകളേ ഉള്ളൂ. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ നാടിന് വേണ്ടി അധ്വാനിക്കുന്നത്. അതാരും മറക്കല്ല്.